നമസ്കാരം. മീഡിയ 4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സില ദിലീപ്. ആദ്യം പ്രധാന വാർത്തകൾ. ചേർപ്പ് ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും സംയുക്താഭിമുഖ്യത്തിൽ കർഷക ദിനാഘോഷം സംഘടിപ്പിച്ചു. പഞ്ചായത്ത് തലം മികച്ച കർഷകർക്ക് ചടങ്ങിൽ ആദരം. അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് 15-ാം വാർഡിൽ ചെണ്ടുമല്ലി കൃഷിയുടെ വിളവെടുപ്പ് നടത്തി. സോപാനം കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ നക്ഷത്ര JLG ഗ്രൂപ്പാണ് കൃഷി ചെയ്തത്. സ്ഥലം മാറിപ്പോകുന്ന ചേർപ്പ് SHO KN മനോജിനെ ഊഷ്മളമായ യാത്രയയപ്പ്. ചേർപ്പ് പോലീസ് സ്റ്റേഷൻ ജനമൈത്രി സമിതിയാണ് യാത്രയയപ്പ് ഒരുക്കിയത്. കോടന്നൂരിൽ യുവാവിനെയും യുവതിയെയും കുത്തി പരിക്കേൽപ്പിച്ച കേസിൽ പ്രതി അറസ്റ്റിൽ. കോടന്നൂർ കൈലാത്ത് വീട്ടിൽ അശ്വിനാണ് അറസ്റ്റിലായത്. വാർത്തകൾ വിശദമായി. ചേർപ്പ് ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും സംയുക്താഭിമുഖ്യത്തിൽ കർഷക ദിനാഘോഷം സംഘടിപ്പിച്ചു. പഞ്ചായത്ത് തലം മികച്ച കർഷകർക്ക് ചടങ്ങിൽ ആദരം. പഞ്ചായത്ത് ഭോജനശാലയിൽ നടന്ന കർഷക ദിനാഘോഷം ഗീതാ ഗോപി MLA ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ നാടിന്റെ പൊതു ആരോഗ്യ രംഗത്ത് മുഖ്യ ചാലകശക്തി തന്നെയാണ് കർഷകൻ. അന്നം നൽകുന്ന അന്നദാതാവ് എന്നൊക്കെ പറയുന്ന ഈ വേളയിൽ അവരെത്രമാത്രം ആദരിക്കപ്പെടുന്നതോ അത്രമാത്രം നാടിന്റെ നന്മ മാത്രം ആഗ്രഹിക്കുന്നവരാണ് കർഷകൻ. കളങ്കമില്ലാത്തവനാണ്. മാനസിക ഉല്ലാസം നേരിടുന്ന കർഷകനാണ്. കർഷകൻ എന്ന് പറഞ്ഞാൽ ഓരോ വിയർപ്പിന്റെയും കണികളാണ് കർഷകൻ. ആ കർഷകനെ മുഖ്യധാരയിൽ എത്ര അഭിനന്ദിച്ചാലും ആദരിച്ചാലും നമുക്ക് മതിയാവില്ല എന്നുള്ളതാണ് എനിക്ക് ഈ കർഷക ദിനത്തിൽ പറയാം. തീർച്ചയായിട്ടും ഈ കർഷക ദിനത്തിൽ നമ്മളെല്ലാവരും ഏറ്റെടുക്കേണ്ട ഒരു വലിയ വെല്ലുവിളിയുണ്ട്. ജൈവ രീതിയിൽ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുക, വിഷമില്ലാത്ത അമിതമായി കീടനാശിനി ഉപയോഗിച്ചുകൊണ്ടുള്ള പച്ചക്കറി വസ്തുക്കൾ ഉപയോഗിക്കാതെ രോഗം ഒരു ബദൽ സംവിധാനം വരെ ഒരു പരിഹാരം എന്നോണം മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കും. അതിനെ ഇന്ന് ഇവിടെ ആദരിക്കപ്പെടുന്ന കർഷകർ നൽകുന്ന സന്ദേശം നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന കൃഷിയായാലും കാർഷിക ഉൽപ്പന്നങ്ങളായാലും ജൈവ കാർഷിക ഉൽപ്പന്നങ്ങളാവണം. ആരോഗ്യത്തെ സംരക്ഷിക്കപ്പെടുന്ന ഉൽപ്പന്നമായിരിക്കണം. ഗ്രാമപഞ്ചായത്ത് തലത്തിൽ മികച്ച കർഷകരായി തെരഞ്ഞെടുക്കപ്പെട്ടവരെ MLA ആദരിച്ചു. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിജോ ജോർജ് അധ്യക്ഷനായി. മണ്ണിനോടും പ്രകൃതിയോടും പടവെട്ടി നമുക്ക് അന്നം തരുന്ന കർഷകരെ ആദരിക്കുന്ന കർഷക ദിനമായി ഇന്ന് നാം ആഘോഷിക്കുന്നു. നമ്മുടെ നാടിന്റെ നട്ടെല്ലാണ് ഇവിടുത്തെ കർഷകർ. വെയിലും മഴയും വകവയ്ക്കാതെ മണ്ണിൽ വിയർപ്പൊഴുക്കി അധ്വാനിക്കുന്ന കർഷകന്റെ വിയർപ്പ് തുള്ളികളിലാണ് ഓരോ നാടിന്റെയും നിലനിൽപ്പ്. കാലാവസ്ഥ വ്യതിയാനം, വിളനാശം, ന്യായമായ വില ലഭിക്കായ്മ, പുതിയ തലമുറ കൃഷിയിൽ നിന്ന് അകലുന്നു തുടങ്ങി നിരവധി വെല്ലുവിളികൾ ഇന്ന് കർഷക മേഖലയെ നേരിടുന്നു. ഈ കർഷക ദിനത്തിലെ നമുക്ക് ഒരു പ്രതിജ്ഞയെടുക്കാം. നമ്മുടെ വീടുകളിലെ ചെറിയ രീതിയിലെ നമുക്ക് കാർഷിക ചെടികൾ ഉൾപ്പെട്ട് പച്ചക്കറി ചെടികൾ നമുക്ക് വെച്ചുപിടിപ്പിക്കാം. അതുപോലെ തന്നെ നമുക്ക് ജൈവ കൃഷിയെ പ്രോത്സാഹിപ്പിക്കാം. സാധാരണ കർഷകരിൽ നിന്ന് നമുക്ക് പച്ചക്കറി വാങ്ങാം. അതുപോലെ തന്നെ നമുക്ക് അവരുടെ പച്ചക്കറികൾ വിപണനം ചെയ്യുന്നതിന് വേണ്ടിയുള്ള സൗകര്യങ്ങൾ. ചേർപ്പ് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ CD മാലിനി പദ്ധതി വിശദീകരണം നടത്തി. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഷക്കീൽ ആമീർ, ജില്ലാ പഞ്ചായത്ത് അംഗം CK വിനോദ് എന്നിവർ മുഖ്യാതിഥികളായി. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വിദ്യ രമേശ്, ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിനി വിനയൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ലീന ജോസ്, ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KR സിദ്ധാർത്ഥൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ AA ക്രിസ്റ്റീന, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ M സുജിത് കുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KB പ്രജിത്ത്,
പള്ളിയത്ത് പഞ്ചായത്ത് അംഗങ്ങളായ ജയശ്രീ ഷാജൻ, കുമാരി എൽവിയ ദേവസി, പി വി സതി, മീര ഉണ്ണികൃഷ്ണൻ, ശ്രുതി വിജിൽ, മൃദുല കിഷോർ, രുക്മിണി സുബ്രഹ്മണ്യൻ, ബൈജു സെന്റ് ജോൺ, പി എച്ച് ഉമ്മർ, സി വി ലോഹിതാക്ഷൻ, ബീന ഉണ്ണികൃഷ്ണൻ, പ്രിയലത പ്രസാദ്, കോൾ കർഷക സംഘം ജില്ലാ സെക്രട്ടറി കെ കെ കൊച്ചു മുഹമ്മദ്, ചേർപ്പ് കൃഷി ഓഫീസർ എസ് ഹർഷിത, അസിസ്റ്റന്റ് കൃഷി ഓഫീസർ പി എം മഞ്ജുലാൽ എന്നിവർ സംസാരിച്ചു. മികച്ച മുതിർന്ന കർഷകൻ വി വി കൃഷ്ണൻ, കർഷക തൊഴിലാളി കുമാരി പി കെ ലീല, നെൽകർഷകൻ വി വി വിജയകുമാർ, ജൈവ കർഷകൻ കെ കെ രഘുനാഥ്, എസ് സി കർഷക കെ കെ ഇന്ദിര, വനിതാ കർഷക കുമാരി എ കെ വാസന്തി, സമ്മിശ്ര കർഷകൻ കെ കെ അബ്ദുൾ റഹ്മാൻ, വാഴ കർഷകൻ സി കെ ദാസൻ, വിദ്യാർത്ഥി കർഷക കുമാരി അൽന മരിയ എന്നിവരാണ് കർഷക ദിനാഘോഷത്തിൽ ആദരിക്കപ്പെട്ടത്. അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് 15-ാം വാർഡിൽ ചെണ്ടുമല്ലി കൃഷിയുടെ വിളവെടുപ്പ് നടത്തി. സോപാനം കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ നക്ഷത്ര JLG ഗ്രൂപ്പാണ് കൃഷി ചെയ്തത്. പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി ഐ ജോൺസൺ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. മലയാളികളുടെ പുതുവത്സരം പാടിയുണർത്തുന്ന കാർഷിക മഹോത്സവമായ പൊന്നോണം, ആ പൊന്നോണത്തെ വരവേൽക്കുന്നതിന് വേണ്ടി നാടും നഗരവും ഇന്നു മുതൽ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണെന്ന് നമുക്കറിയാം. ഈ ഓണത്തിൻ്റെ പ്രത്യേകിച്ച് നമുക്കൊന്നും പറയേണ്ടതായിട്ടില്ല. മലയാളികളെ സംബന്ധിച്ചിടത്തോളം മാനവിക പ്രബുദ്ധതയും മതേതര സംസ്കാരത്തേക്ക് ഊട്ടിയുണർത്തുന്ന ഒരു ആഘോഷമായിട്ടാണ് ഓണത്തെ നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത്. പുഷ്പസമൃദ്ധവും ഫലഭൂയിഷ്ടവും ഐശ്വര്യസമ്പൂർണമായ ഒരു കേരളത്തെ പറ്റിയുള്ള പുരാവൃത്ത സ്മൃതിയും ജനതയുടെ സ്വപ്നവുമാണ് ലോകമെങ്ങും മുഴങ്ങിക്കേട്ടുകൊണ്ടിരിക്കുന്നത്. ആ ലോകമെങ്ങും ഓണത്തെ വരവേൽക്കുമ്പോൾ ഈ പാലിശ്ശേരി പ്രദേശത്ത് നക്ഷത്ര JLG ഗ്രൂപ്പിൻ്റെ നേതൃത്വത്തിൽ ഷീജ ചേച്ചിയും അതേപോലെ തന്നെ സുധ ചേച്ചിയും കവിതയും അതേപോലെ തന്നെ വത്സല ചേച്ചി ഉൾപ്പെടെയുള്ള 4 അംഗങ്ങൾ നല്ല രീതിയിൽ തന്നെ ചെണ്ടുമല്ലി കൃഷി നടത്തി അതിൻ്റെ വിളവെടുപ്പ് ഇന്ന് ആരംഭിക്കാൻ പോവുകയാണ്. സോപാനം കുടുംബശ്രീ സംഘം വളരെ വർഷങ്ങളോളമായിട്ട് ഈ പ്രദേശത്ത് സജീവമായി ഈ പ്രദേശത്തെ എല്ലാ പ്രവർത്തനങ്ങളിലും സജീവമായിട്ട് ഇടപെട്ടുകൊണ്ടിരുന്ന സംഘമായിരുന്നു. ആ സംഘത്തിലുള്ള 4 വനിതകൾ കൂടി ചേർന്ന് രൂപീകരിച്ച നക്ഷത്ര കുടുംബ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ ഇന്ന് ചെണ്ടുമല്ലി കൃഷി കഴിഞ്ഞ 2 മാസക്കാലത്തോളം നട്ട് പരിപാലിച്ച് വളർത്തി വലുതാക്കി ഇന്ന് കൃഷിയുടെ ഉദ്ഘാടനം നടന്നുകൊണ്ടിരിക്കുകയാണ്. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിനയ സച്ചിൻ, ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ PM ഭരതൻ എന്നിവർ മുഖ്യാതിഥികളായി. പഞ്ചായത്തിലെ മികച്ച കർഷകയായി തെരഞ്ഞെടുക്കപ്പെട്ട നക്ഷത്ര JLG ഗ്രൂപ്പിലെ ഷീജ ശ്രീധരനെ വാർഡ് കമ്മിറ്റി ആദരിച്ചു. സുധാ രാജേഷ്, കവിത മുരളി, വത്സല ഉണ്ണികൃഷ്ണൻ, ധനീഷ, വിജയലക്ഷ്മി രാമകൃഷ്ണൻ, ഇന്ദിര ജയകുമാർ, സുനിത തിലകൻ, ഭുവനേശ്വരി ഗണേഷ്, മിനി സുരേഷ്, ശില്പ മാലതി, ഉന്മാരുവളപ്പിൽ, കൃഷി അസിസ്റ്റന്റ് ലിഷ ടോംസ്, ദീപ എന്നിവർ സംസാരിച്ചു. സ്ഥലം മാറിപ്പോകുന്ന ചേർപ്പ് SHO KN മനോജിനെ ഊഷ്മളമായ യാത്രയയപ്പ്. ചേർപ്പ് പോലീസ് സ്റ്റേഷൻ ജനമൈത്രി സമിതിയാണ് യാത്രയയപ്പ് ഒരുക്കിയത്. ജനമൈത്രി കോർഡിനേറ്റർ പ്രദീപ് വലിയങ്ങോട്ട് യാത്രയയപ്പ് ചടങ്ങിൽ അധ്യക്ഷനായി. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KR സിദ്ധാർത്ഥൻ, പഞ്ചായത്ത് അംഗം പ്രിയലത പ്രസാദ്, SI CR മൗഷ്മി, മുൻ പഞ്ചായത്ത് അംഗം ഗീത രതീഷ്, സമിതി അംഗങ്ങളായ അഭിലാഷ് പാറളം, രഞ്ജീഷ് വല്ലത്ത്, ജയന്തി നാരായണൻ, സക്കീർ സലീം, ഷീജ അനിൽ, KM നിഷാദ്, KS വിമൽ എന്നിവർ സംസാരിച്ചു. ഞാൻ ചേർപ്പിൽ മാർച്ച് 11 വരുന്നത്. അപ്പോൾ ഇന്ന് ഈ ഓഗസ്റ്റ് 11 വരുമ്പോൾ 5 മാസം തികയുമാണ്. ചേർപ്പിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ വരുന്ന സമയത്ത് വളരെ ടഫായിട്ടുള്ള സ്റ്റേഷൻ, മൊത്തത്തിൽ ഒരു കണ്ടീഷൻ അല്ലാത്ത ഇത്തിരി റിസ്ക് ആയിട്ടുള്ള ടെൻഷനായിട്ടുള്ള സ്റ്റേഷനാണെന്നുള്ളതാണ് എനിക്ക് അവിടെ എറണാകുളത്ത് വരുമ്പോൾ കിട്ടുന്ന ഒരു അറിവ്. പ്രത്യേകിച്ച് നമ്മുടെ SP ഭയങ്കര ടൈറ്റാണ്. പിന്നെ വരുന്ന സമയത്തുള്ള പൂരങ്ങളും പിന്നീട് ഇലക്ഷൻ നടത്താൻ വേണ്ടിയിട്ടാണ് സ്വാഭാവികമായിട്ടും നമ്മുടെ സ്വന്തം ജില്ലയിൽ നിന്ന് മാറ്റിയിട്ട് ആ ജില്ലയിൽ നിന്ന് മാറി മറ്റ് ജില്ലകളിലേക്ക് നടത്തുക. അതിൻ്റെ ഒരു മെയിൻ ബേസ് എന്ന് പറയുന്നത് നമ്മൾ അവിടുത്തെ ഇലക്ഷൻ ഒരു കാരണവശാലും സ്വാധീനിക്കാൻ പറ്റരുത്. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയോട് നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ ആ രാഷ്ട്രീയ പാർട്ടിക്കെതിരെ ഉണ്ടാകുന്ന പരാതികൾ കൃത്യമായിട്ട് പരിഗണിക്കപ്പെടാതിരിക്കുകയും അവരെ സപ്പോർട്ട് ചെയ്യരുത് എന്നുള്ള ഉദ്ദേശത്തിലാണ് ഒരു കാരണവശാലും സ്വന്തം ജില്ലയിൽ നിലനിർത്താതെ പോകുന്നത്. അങ്ങനെയാണ് ചേർപ്പ് സ്റ്റേഷനിൽ ജോയിൻ ചെയ്യുന്നത്, ഇവിടെ എത്തുന്നത്. ഇവിടെ എത്തുന്ന സമയം ഈ പറഞ്ഞ പോലെ ആദ്യം തന്നെ ജനമൈത്രി പ്രതിവട്ടം പറഞ്ഞ പോലെ തന്നെ മെമ്പറെ പരിചയപ്പെട്ടു. വീടിൻ്റെ കാര്യങ്ങൾക്കാണ് ആദ്യമേ വരുന്നത്. പിന്നീട് ജനമൈത്രി എന്നുള്ള ഒരു അതിലോട്ട് ഫസ്റ്റ് മീറ്റിംഗ് നമ്മൾ നടത്തി. കോടന്നൂരിൽ യുവാവിനെയും യുവതിയെയും കുത്തി പരിക്കേൽപ്പിച്ച കേസിൽ പ്രതി അറസ്റ്റിൽ. കോടന്നൂർ കൈലാത്ത് വീട്ടിൽ അശ്വിനാണ് അറസ്റ്റിലായത്. ഈ കഴിഞ്ഞ ഞായറാഴ്ച രാത്രി 8:30 കോടന്നൂർ സെന്ററിലായിരുന്നു
കേസിനാസ്പദമായ സംഭവം നടന്നത്. പുത്തൂർ ചെമ്മങ്കണ്ടം സ്വദേശി കുന്നംവള്ളം വീട്ടിൽ അരുണുമായി വിവാഹമുറപ്പിച്ചിരുന്ന യുവതി എന്നിവരെയാണ് പ്രതി കത്തിക്കൊണ്ട് കുത്തിപ്പരിക്കേൽപ്പിച്ചത്. കോടന്നൂർ സെന്ററിലെ പെർഫെക്റ്റ് സൂപ്പർമാർക്കറ്റിൽ സാധനങ്ങൾ വാങ്ങാൻ എത്തിയതായിരുന്നു ആക്രമിക്കപ്പെട്ട അരുണും യുവതിയും. യുവാവിന്റെ നെഞ്ചിലും യുവതിയുടെ വയറിലുമാണ് കുത്തേറ്റത്. ചേർപ്പ് SHO KN മനോജ്, SI മൗഷമി, ASIമാരായ ഷീജ ജയചന്ദ്ര, ആരിഫ്, CPOമാരായ അജിത് കുമാർ, ലിജിമോൻ എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. അമ്മാടം സർവീസ് സഹകരണ ബാങ്കിന്റെ കോടന്നൂർ ബ്രാഞ്ചിൽ ഓണച്ചന്തയ്ക്ക് തുടക്കം. ഓണം ആഘോഷമാക്കാൻ വിലക്കുറവിൽ നിത്യോപയോഗ സാധനങ്ങൾ ലഭ്യമാക്കുകയാണ് ഓണച്ചന്തയിലൂടെ. കോടന്നൂർ നീതി സ്റ്റോറിൽ തുടങ്ങിയ ഓണച്ചന്ത തൃശൂർ താലൂക്ക് സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാനും ബാങ്ക് പ്രസിഡന്റുമായ PR വോഗീസ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ജനങ്ങൾക്ക് വളരെ ആശ്വാസകരമായ ഒരു പദ്ധതിയാണ് ഈ ഓണച്ചന്ത സംവിധാനം. ഇന്ത്യയിൽ കേരളത്തിൽ മാത്രം കാണപ്പെടുന്നൊരു പ്രത്യേക സ്ഥിതിവിശേഷം. നിത്യോപയോഗ സാധനങ്ങളുടെ വിലയൊക്കെ തന്നെ വല്ലാതെ ക്രമാതീതമായി വർദ്ധിക്കുമ്പോൾ മാർക്കറ്റ് ഇടപെട്ടുകൊണ്ട് പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ടാണ് വലിയ സബ്സിഡിയോട് കൂടി ഈ സംവിധാനം ഇവിടെ ഒരുക്കുന്നത്. ഇവിടെ എല്ലാ വിഭവങ്ങളും ഇല്ല. ഇവിടെ വിതരണം ചെയ്ത 16 ഇനം ഇനങ്ങൾക്ക് ഇന്നത്തെ മാർക്കറ്റ് റേറ്റ് 1900 രൂപ. അതിൽ വീതം നമ്മളിവിടെ കൊടുക്കുന്നത് 1250 രൂപയ്ക്ക്. ഒരു 650 രൂപ ഒരു കിറ്റുമേ ഒരു കുടുംബത്തിന് സബ്സിഡി ആയിട്ട് നൽകുകയാണ്. ഇത് നിങ്ങൾ പ്രയോജനപ്പെടുത്തണം. ഇതോടൊപ്പം തന്നെ നമ്മുടെ സഹകരണ പ്രസ്ഥാനം ജനങ്ങൾക്ക് ആശ്വാസകരമായ നിരവധി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതുമായി നിങ്ങൾ സഹകരിച്ച് മുന്നോട്ട് പോകണമെന്നാണ് വളരെ വിനയപൂർവ്വം അഭ്യർത്ഥിക്കാറുള്ളത്. ഇത്തവണ ഓണത്തിൻ്റെ പ്രത്യേകത വലിയ തോതിലുള്ള വിലക്കയറ്റമാണ് എല്ലാ സാധനങ്ങളും. പൊതു വിപണിയിൽ വൻതോതിലുള്ള വിലക്കയറ്റമാണ്. അത് തടഞ്ഞു നിർത്താനായിട്ട് ഈ സംവിധാനത്തിന് മാത്രമേ കഴിയുള്ളൂ. ബാങ്ക് വൈസ് പ്രസിഡന്റ് സുഭാഷ് മാരാത്ത് അധ്യക്ഷനായി. നമുക്കറിയാം, സഹകരണ മേഖല മനുഷ്യജീവിതത്തിൻ്റെ എല്ലാ മേഖലയും സ്പർശിച്ചു പോകുന്ന ഒരു മേഖലയാണ്. സഹകരണ മേഖല ഇന്ത്യയിൽ തന്നെ കേരളത്തിലാണ് ഏറ്റവും വിപുലമായ രീതിയിൽ നമ്മൾ നടത്തിക്കൊണ്ടു പോകുന്ന ഒരു മേഖല. ഇവിടെ നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ സാമ്പത്തിക കാര്യങ്ങളിൽ മാത്രമല്ല, മറ്റുള്ള കാര്യങ്ങളിൽ കൂടി ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിൽ എന്നും സഹകരണ മേഖല മുന്നോട്ട് തന്നെയാണ്. ഈ ഓണച്ചന്ത നമ്മൾ ഗവൺമെൻറ് ആരംഭിച്ച കാലം മുതൽ ഈ മേഖലയിൽ അമ്മാടം സർവീസ് സഹകരണ ബാങ്ക് ഓണച്ചന്ത നടത്തി വരുന്നതാണ്. ഇപ്രാവശ്യത്തെ പ്രത്യേകത നമ്മൾക്ക് കിട്ടിയ അറിയിപ്പ് വേണമെങ്കിൽ നടത്തിയാൽ മതി എന്നൊരു അറിയിപ്പ് പോലും ആണ് നമ്മൾക്ക് മുകളിൽ നിന്ന് കിട്ടിയത്. എങ്കിലും നമ്മൾക്കറിയാം, നമ്മുടെ നാട്ടിലെ ജനങ്ങളെ സേവിക്കേണ്ട ഉത്തരവാദിത്വമുള്ള ഒരു ഭരണസമിതിയും ജീവനക്കാരുമാണ് അമ്മാടം സർവീസ് സഹകരണ ബാങ്കിലുള്ളത് എന്നുകൊണ്ട് നമ്മൾ ഈ വർഷവും ഓണച്ചന്ത വിപുലമായി നടത്തുന്നതിന് തീരുമാനിക്കുകയും 16 ഇന സാധനങ്ങൾ 1250 രൂപ എന്ന വില വരുന്ന നിലയ്ക്ക് ഒരു കിറ്റായി കൊടുക്കണമെന്നാണ് ഇപ്രാവശ്യം തീരുമാനിച്ചത്. ബാങ്ക് സെക്രട്ടറി MK വിലാസ്, ഭരണസമിതി അംഗം CV സുധീരൻ, ബാങ്ക് മെമ്പർമാരായ ഭോജൻ കാരണത്ത് VV സാജൻ, EA ഷാബിർ എന്നിവർ സംസാരിച്ചു. പൊതുമാർക്കറ്റിൽ 1900 രൂപ വില വരുന്ന 16 ഇനം നിത്യോപയോഗ സാധനങ്ങളാണ് 1250 രൂപയ്ക്ക് നൽകുന്നത്. ജൂബിലി തേവർപടവിൽ 2026-2027 വർഷത്തെ മുണ്ടകൻ കൃഷി ഇറക്കുന്നതിനായി ജൂബിലി തേവർപടവിലെ മോട്ടോറിന്റെ സ്വിച്ച് ഓൺ കർമ്മം നടത്തി. 950 ഏക്കർ വരുന്നതാണ് ജൂബിലി തേവർപടവ്. കോൾ കർഷക സംഘം ജില്ലാ ജനറൽ സെക്രട്ടറി KK കൊച്ചു മുഹമ്മദ്, ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഷക്കീൽ ആമീർ എന്നിവർ ചേർന്ന് സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു. ജൂബിലി തേവർ പടവ് കമ്മിറ്റി പ്രസിഡന്റ് അധ്യക്ഷനായി. പടവ് സെക്രട്ടറി അരവിന്ദാക്ഷൻ, TN ഉണ്ണികൃഷ്ണൻ, ശങ്കരൻ, ഷാജഹാൻ, രാധാകൃഷ്ണൻ, ബിജു, സുധീർ, ഫൈസൽ, മണികണ്ഠൻ, ശിവദാസൻ, സിറാജു, റഫീഖ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. പെരുവനം മേക്കാവ് ഭഗവതിയുടെ സുവർണമുദ്രയ്ക്ക് അർഹനായ അനിഴം പന്തൽ വർക്ക്സ് ഉടമ CG രാമകൃഷ്ണനെ ആദരം. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിജോ ജോർജിന്റെ നേതൃത്വത്തിലാണ് ആദരം നൽകിയത്. മേക്കാവ് ക്ഷേത്ര സന്നിധിയിൽ വെച്ചായിരുന്നു ആദരം. പഞ്ചായത്ത് പ്രസിഡന്റ് സിജോ ജോർജ് അദ്ദേഹത്തെ പൊന്നാട അണിയിച്ചു. ഷൈജു സായിറാം, MN ഉണ്ണികൃഷ്ണൻ, ഐച്ചിയിൽ രാധാകൃഷ്ണൻ, CN പ്രേംഭാസി, ഷനിൽ പെരുവനം, CV ലോഹിതാക്ഷൻ, KB പ്രമോദ് എന്നിവർ ആദര ചടങ്ങിൽ പങ്കെടുത്തു. ഊരകം അമ്മത്തിരുവടി ക്ഷേത്രത്തിലെ നവരാത്രി മഹോത്സവത്തിന്റെ ആദ്യ സംഭാവന സ്വീകരിക്കൽ ചടങ്ങ് നടന്നു. നവരാത്രി മഹോത്സവവുമായി ബന്ധപ്പെട്ട വിവിധ ചടങ്ങുകൾക്ക് തുടക്കം കുറിക്കുന്നതിനാണ്
ആദ്യ സംഭാവന സ്വീകരിക്കൽ നടത്തിയത്. ക്ഷേത്ര സന്നിധിയിൽ നടന്ന ചടങ്ങ് കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. സംഭാവന കൗണ്ടർ ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. ഏറ്റവും മഹത്തായ രീതിയിൽ നവരാത്രി ആഘോഷിച്ചു വരുന്ന കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ ക്ഷേത്രങ്ങളിൽ ഒരു പ്രധാന ക്ഷേത്രമാണ് ഈ മഹാക്ഷേത്രം. അതിൻ്റെ നവരാത്രി ഉത്സവം ഈ നാട്ടിലെ മുഴുവൻ ഭക്തജനങ്ങളുടെയും അനുഗ്രഹാശിസ്സുകളോടുകൂടി പൂർവാധികം ഭംഗിയാക്കി തീർക്കുന്നതിന് വേണ്ടി ഉള്ള എല്ലാ സംരംഭങ്ങളും കൊച്ചിൻ ദേവസ്വം ബോർഡ് വളരെ മുൻകൂട്ടി തന്നെ ആരംഭിക്കുന്നതിൻ്റെ ഭാഗം കൂടിയാണ് ഇവിടെ ഈ പരിപാടി നടക്കുന്നത്. എല്ലാവരുടെയും നിർലോഭമായ സഹായ സഹകരണങ്ങൾ ഉണ്ടാകണമെന്ന് വിനയപുരസരം അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ചുരുങ്ങിയ വാക്കുകൾ വിശദീകരിക്കുന്നു. കൊച്ചിൻ ദേവസ്വം ബോർഡ് മെമ്പർ കെ പി അജയൻ ആദ്യ സംഭാവന ഏറ്റുവാങ്ങി. തിരുവഞ്ചിക്കുളം അസിസ്റ്റന്റ് കമ്മീഷണർ എ പി സുരേഷ് കുമാർ, ദേവസ്വം ഓഫീസർ കെ എസ് മഞ്ജുഷ് എന്നിവർ സംസാരിച്ചു. നവരാത്രി മഹോത്സവത്തിന്റെ ഭാഗമായുള്ള വിവിധ ചടങ്ങുകൾക്ക് തുടക്കം കുറിക്കുന്നതിനാണ് ആദ്യ സംഭാവന സ്വീകരിക്കൽ ചടങ്ങ് സംഘടിപ്പിച്ചത്. ദേവസ്വം ജീവനക്കാർ, ഭക്തജനങ്ങൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. 63ാമത് വല്ലച്ചിറ ഗ്രാമപഞ്ചായത്ത് ഓണാഘോഷ ഗ്രാമോത്സവത്തിന്റെ ഭാഗമായി മാർച്ച് പാസ്റ്റ് മത്സരവും സ്മരണിക പ്രകാശനവും നടന്നു. 9 കലാസമിതികളിൽ നിന്നായി 200ഓളം പേർ അണിനിരുന്നതായിരുന്നു മാർച്ച് പാസ്റ്റ്. തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ് ഉദ്ഘാടനം ചെയ്തു. വല്ലച്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമാ പ്രകാശൻ, കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവ് ഉഷ നങ്ങ്യാരെ ഉപഹാരം നൽകി ആദരിച്ചു. ഓണാഘോഷ കമ്മിറ്റി പ്രസിഡന്റ് സുധാ നമ്പ്യാർ അധ്യക്ഷയായി. കൺവീനർ കെ ജി ജിബിൻ, ടി ജി ദാസൻ, ജില്ലാ പഞ്ചായത്ത് അംഗം സി കെ വിനോദ്, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് തിലകൻ മാലിപ്പറമ്പിൽ, ചേർപ്പ് ബ്ലോക്ക് മെമ്പർ വി പി രാജേഷ്, ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ എന്നിവർ സംസാരിച്ചു. സ്പെഷ്യൽ ബ്രാഞ്ച് തൃശൂർ അസിസ്റ്റന്റ് കമ്മീഷണർ പി ആർ ബിജോയ് മാർച്ച് പാസ്റ്റിൽ സല്യൂട്ട് സ്വീകരിച്ചു. 9 കലാസമിതികളിൽ നിന്നായി 200ഓളം പേർ മാർച്ച് പാസ്റ്റിൽ അണിനിരന്നു. ചാത്തക്കുടം പ്രകാശ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് 1ാം സ്ഥാനവും വല്ലച്ചിറ യുവജന സമിതി 2ാം സ്ഥാനവും നേടി. മഹാരസികൻ, പിടിക്കപ്പറമ്പ, ടീം കോമ്പാറ എന്നിവ 3ാം സ്ഥാനം പങ്കിട്ടു. നാലോണ നാളിൽ ഊരകത്ത് നടക്കുന്ന കുമ്മാട്ടി മഹോത്സവത്തിന് മുന്നോടിയായി കൊറ്റംകുളങ്ങര ദേശം കുമ്മാട്ടിക്ക് കൊടിയേറി. ക്ഷേത്രം മേൽശാന്തി കൊടിയേറ്റ് ചടങ്ങിന് മുഖ്യ കാർമ്മികനായി. അഭിഷേക്, അതുൽ കൃഷ്ണ, സൂരജ് പാലക്കഴി, വിനീത് പിന്നോക്കിൽ, പ്രിയ സുഗു എന്നിവർക്കൊപ്പം നിരവധി നാട്ടുകാരും കൊടിയേറ്റ് ചടങ്ങിൽ പങ്കെടുത്തു. കൺസ്യൂമർ ഫെഡിന്റെ ചേർപ്പ് ത്രിവേണി സൂപ്പർമാർക്കറ്റിൽ ഓണം സഹകരണ വിപണന മേളയ്ക്ക് തുടക്കമായി. കൺസ്യൂമർ ഫെഡ് ഓണം സമ്മാന കൂപ്പൺ വിതരണവും ചടങ്ങിൽ നടന്നു. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിജോ ജോർജ് ഉദ്ഘാടനം ചെയ്തു. 1,051 രൂപ വരെ ഡിസ്കൗണ്ടോടൊപ്പം തന്നെ ഒരു 500 കൂട്ടി 1,500 കിറ്റ് ഈ പഞ്ചായത്തിലെ മുഴുവൻ ഭാഗങ്ങളിലേക്ക് എത്തിക്കാനായിട്ടുള്ള ശ്രമം പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയ്ക്ക് ഞാൻ എൻ്റെ സഹപ്രവർത്തകരോട് പറയുന്നൊരു ഉറപ്പ് ഞാൻ നിങ്ങൾക്ക് തരുന്നു. അപ്പോൾ എത്രയും പെട്ടെന്ന് നമ്മുടെ കച്ചവടം നടന്ന് എത്രയും പെട്ടെന്ന് ഈ വിപണി കാര്യാവട്ടെ എന്ന് ആശംസിക്കുന്നതോടൊപ്പം തന്നെ ഇന്നത്തെ ഈ ഓണാഘോഷത്തോടനുബന്ധിച്ച് 14-ാം തീയതി ആരംഭിക്കുന്ന ഈ ഇന്നത്തെ ചടങ്ങ് ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു. 20ാം വാർഡംഗം സി വി ലോഹിതാക്ഷൻ ആദ്യ വിൽപ്പന നിർവഹിച്ചു. ചേർപ്പ് ത്രിവേണി കോർഡിനേറ്റർ ഷീജ ബിനോയ് അധ്യക്ഷയായി. കൺസ്യൂമർ ഫെഡിന്റെ സമ്മാന കൂപ്പൺ വിതരണോദ്ഘാടനം സാംസ്കാരിക പ്രവർത്തകൻ പ്രസാദ് കിഴക്കൂട്ട് നിർവഹിച്ചു. വി ജി ഷിബി, ത്രിവേണി സൂപ്പർമാർക്കറ്റ് ജീവനക്കാരായ ഒ എസ് ചന്ദ്രൻ, കെ വി അമ്പിളി, നീതു സദാനന്ദൻ, സിജി, ബീന എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. CPI പാറളം കോടന്നൂർ ലോക്കൽ കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ കാൽനട ജാഥ സംഘടിപ്പിച്ചു. പാറളം പഞ്ചായത്തിലടക്കം രാജ്യത്ത് ഏകാധിപത്യ ഭരണാധികാരികളാകുന്ന BJP മാറണം, മാറ്റം അനിവാര്യമാണ് എന്ന മുദ്രാവാക്യത്തോടെയായിരുന്നു ജാഥ. CPI പാറളം ലോക്കൽ സെക്രട്ടറി PV ഷാജൻ ക്യാപ്റ്റനും അമ്പിളി പ്രദീപ് വൈസ് ക്യാപ്റ്റനും ബോജൻ കാരണത്ത് ഡയറക്ടറുമായുള്ള കാൽനട ജാഥ ചേനത്ത് നിന്ന് തുടക്കമായി. CPI ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി EM സതീശൻ ജാഥ ഉദ്ഘാടനം ചെയ്തു. മുള്ളക്കര, പാറപ്പക്കടവ്, അമ്മാടം, ശിവപുരം, പേരുകര, ശങ്കരമംഗലം ബ്രാഞ്ച് കമ്മിറ്റികൾ നൽകിയ സ്വീകരണം ഏറ്റുവാങ്ങിയ കാൽനട ജാഥ വെങ്ങിണിശ്ശേരിയിലെ ത്രിവേണിയിലെത്തി. കോടന്നൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന മറ്റൊരു കാൽനട ജാഥ പള്ളിപ്പുറത്ത് വെച്ച CPI മണ്ഡലം സെക്രട്ടറി KK ജോബി ഉദ്ഘാടനം ചെയ്തു. കോടന്നൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി AC അനിൽകുമാർ ക്യാപ്റ്റനും CB സുരേഷ് വൈസ് ക്യാപ്റ്റനും AB ഷൈജു ഡയറക്ടറുമായുള്ള ജാഥ പുത്തൻവെട്ടൊഴി
കോടന്നൂർ, താണിക്കമുനയം, MS നഗർ വഴി ത്രിവേണിയിലെത്തി. തുടർന്ന് ഇരുജാഥകളും സംയുക്തമായി വെങ്ങിനിശ്ശേരി സെന്ററിൽ സമാഗമിച്ചു. CPI ജില്ലാ സെക്രട്ടറി KG ശിവാനന്ദൻ ജാഥാ സംഗമം ഉദ്ഘാടനം ചെയ്തു. പാർലമെന്റ് മാർച്ചിൽ പങ്കെടുക്കുന്ന അക്ഷയ ശങ്കർ, ഹരീഷ് തേലപ്പുറത്ത്, വനജ രാജൻ, സുബിത സുഭാഷ്, ബോജൻ കാരണത്ത്, PB ഷാജൻ എന്നിവർക്ക് രക്തപതാക കൈമാറി സ്വീകരണം നൽകി. കർഷക ദിനത്തിൽ ശ്രേഷ്ഠ കിസാൻ പുരസ്കാരം സമർപ്പിച്ച് ചേർപ്പ് CNN ഗേൾസ് LP സ്കൂൾ. ക്ഷീര കർഷകൻ വല്ലച്ചർ സ്വദേശി കറുത്തെടുത്ത് വീട്ടിൽ KV അനീഷ് കുമാറിനാണ് പുരസ്കാരം നൽകിയത്. കഴിഞ്ഞ 20 വർഷമായി ക്ഷീര കാർഷിക മേഖലയിൽ വിജയകരമായി പ്രവർത്തിക്കുകയാണ് KV അനീഷ് കുമാർ. ഇതിനുള്ള അംഗീകാരമാണ് ചേർപ്പ് CNN ഗേൾസ് LP സ്കൂളിന്റെ ശ്രേഷ്ഠ കിസാൻ പുരസ്കാരം. PTA പ്രസിഡന്റ് ജിനേഷ് രാമകൃഷ്ണൻ പുരസ്കാര സമർപ്പണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. പ്രധാന അധ്യാപകൻ AR രാജീവ് കുമാർ പുരസ്കാരം അദ്ദേഹത്തിന് സമർപ്പിച്ചു. അധ്യാപകരായ KV ഷീന, MS പ്രശാന്ത്, AK സുസ്മിത, MPTA വൈസ് പ്രസിഡന്റ് സുധീന, കുടുംബാംഗങ്ങളായ സൗമ്യ, മുരളി, മകൾ അനശ്വര അനീഷ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. വെങ്ങിനിശ്ശേരി ഐക്കുന്ന് പാണ്ഡവഗിരി ദേവി ക്ഷേത്രത്തിൽ നടന്ന അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ഭഗവതി സേവയും ഇല്ലനിറയും ഭക്തി നിർഭരം. ക്ഷേത്രം തന്ത്രി വടക്കേടത്ത് പെരുമ്പടപ്പിൽ ഹരിനമ്പൂതിരി ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഇല്ലം നിറയ്ക്ക് ശേഷം പൂജിച്ച നെൽക്കതിരുകൾ ദേവീപ്രസാദമായി ഭക്തർക്ക് വിതരണം ചെയ്തു. പ്രസാദമായി ലഭിച്ച കതിരുകൾ വീടുകളിലും സ്ഥാപനങ്ങളിലും വയ്ക്കുന്നത് ഐശ്വര്യം കൈവരുത്തുമെന്നാണ് വിശ്വാസം. നിരവധി ഭക്തരാണ് ചടങ്ങുകളിൽ പങ്കെടുത്തത്. തൃശൂരിലെ പ്രമുഖ ഹോൾസെയിൽ ഡിസൈനർ ജ്വല്ലറിയായ എലിസ്റ്റ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ 6ാം വാർഷികാഘോഷം വിപുലമായ പരിപാടികളോടെ സംഘടിപ്പിച്ചു. ഉപഭോക്താക്കളുടെയും ജീവനക്കാരുടെയും സാന്നിധ്യത്തിൽ നടന്ന ആഘോഷ പരിപാടികൾ ആവേശകരവും ശ്രദ്ധേയവുമായി. ബാബു മേച്ചേരിപ്പടി, MD സ്മിജോ ബാബു, എക്സിക്യൂട്ടീവ് ഡയറക്ടർ ദീപ ബാബു, അനിറ്റ സ്മിജോ എന്നിവർ സന്നിഹിതരായിരുന്നു. ആഭരണ പ്രേമികൾക്കായി അത്യാകർഷകങ്ങളായ ഓഫറുകളുമായാണ് തൃശൂർ പള്ളിക്കുളം റോഡിലെ എലിസ്റ്റ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് 6ാം വാർഷികത്തെ വരവേറ്റത്. ചിങ്ങം 1 ആനിവേഴ്സറി ദിനത്തിൽ കേരള ആഭരണങ്ങൾക്ക് 1% മാത്രമാണ് പണിക്കൂലി. കൂടാതെ ആന്റിക്, ചെട്ടിനാട മുതലായ ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% കിഴിവ്. സ്വർണ്ണാഭരണങ്ങൾ 1 മാസത്തേക്ക് വിലയുടെ 5%വും 2 മാസത്തേക്ക് 10%വും മാത്രം നൽകി ബുക്ക് ചെയ്യാൻ സൗകര്യം. ഡയമണ്ട് വിഭാഗമായ തിയ ഡയമണ്ട്സിൽ ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ അതേ തൂക്കത്തിന് സിൽവർ ആഭരണങ്ങൾ സമ്മാനം. വെള്ളി ആഭരണങ്ങളുടെ വിഭാഗമായ സിഗ്നേച്ചർ സിൽവർ കളക്ഷനിൽ സിൽവർ ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 25% കിഴിവ്. പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കുമ്പോൾ 1 പവന് 1001 രൂപ അധികം തുടങ്ങിയ ഓഫറുകളാണ് ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നത്. കൂടാതെ അഭിരുചിക്കിണങ്ങിയ ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ കസ്റ്റമർ ആഗ്രഹിക്കുന്ന രീതിയിൽ ഡിസൈൻ ചെയ്ത് ലഭ്യമാക്കും. വിവാഹ പാർട്ടികൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആഭരണങ്ങൾ സ്വന്തമാക്കാനുള്ള സൗകര്യങ്ങളും എലിസ്റ്റ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഒരുക്കിയിട്ടുണ്ട്. നന്ദിക്കര ശ്രീരാമകൃഷ്ണ വിദ്യാനികേതൻ പബ്ലിക് സ്കൂളിൽ 2027-2028 അധ്യയന വർഷത്തേക്കുള്ള LKG അഡ്മിഷൻ ശുഭാരംഭ്. ഭാരതീയ വിദ്യാനികേതന് കീഴിലുള്ള തൃശൂർ ജില്ലയിലെ പ്രമുഖ വിദ്യാഭ്യാസ സ്ഥാപനമാണ് നന്ദിക്കര ശ്രീരാമകൃഷ്ണ വിദ്യാനികേതൻ പബ്ലിക് സ്കൂൾ. 10ലേറെ കുട്ടികളാണ് ആദ്യ ദിനം തന്നെ സ്കൂളിൽ അഡ്മിഷൻ എടുത്തത്. കൊടകര വിവേകാനന്ദ സെക്രട്ടറി KS സുഗേഷ് അധ്യക്ഷനായി. സ്കൂൾ മാനേജർ C രാഗേഷ് ആമുഖ ഭാഷണം നടത്തി. വൈസ് പ്രിൻസിപ്പൽ അജി വേണുഗോപാൽ, വിദ്യാലയ സമിതി പ്രസിഡന്റ് K രവീന്ദ്രൻ, വൈസ് പ്രസിഡന്റ് സുമ R മേനോൻ, ക്ഷേമസമിതി പ്രസിഡന്റ് ഷാജു കളരിക്കൽ എന്നിവർ സംസാരിച്ചു. നവാഗതരായ കുട്ടികളെ മുതിർന്ന കുട്ടികൾ ആരതി ഒഴിഞ്ഞ് മധുരം നൽകിയാണ് വരവേറ്റത്. പ്രവേശനോത്സവത്തിന്റെ ഭാഗമായി വിവിധ കലാപരിപാടികളും അരങ്ങേറി. ചേർപ്പ് ഗ്രാമപഞ്ചായത്തും ചേർപ്പ് മാക്കയർ ഡയഗ്നോസ്റ്റിക്സും സംയുക്തമായി സംഘടിപ്പിക്കുന്ന സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് ബുധനാഴ്ച നടക്കും. ചേർപ്പ് പഞ്ചായത്ത് ഭോജനശാലയിൽ രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെയാണ് ക്യാമ്പ് നടക്കുക. സൗജന്യ ബ്ലഡ് പ്രഷർ, ബ്ലഡ് ഷുഗർ, രക്തത്തിലെ ഓക്സിജന്റെ അളവ് നിശ്ചയിക്കുന്ന SpO2, ECG, കാഴ്ച പരിശോധന, ദന്തപരിശോധന എന്നിവ ക്യാമ്പിൽ ലഭ്യമാകും. പാവപ്പെട്ട 10 രോഗികൾക്ക് സൗജന്യമായി കണ്ണട വിതരണം ചെയ്യും. 1500 രൂപ വരുന്ന 50ലേറെ ടെസ്റ്റുകൾ അടങ്ങിയ ഫുൾ ബോഡി ചെക്കപ്പ് 799 രൂപ മാത്രമാണ് ക്യാമ്പിൽ ഈടാക്കുക. 425 രൂപ മുതൽ വിവിധ തരത്തിലുള്ള ചെക്കപ്പ് പാക്കേജുകൾ. ക്യാമ്പിൽ പങ്കെടുക്കുന്നവർക്ക് സൗജന്യ ECG സൗകര്യം, ബ്ലഡ് ടെസ്റ്റുകൾ, 5% മുതൽ 10% വരെ ഡിസ്കൗണ്ട് എന്നിവ നിബന്ധനകൾക്ക് വിധേയമായി ലഭിക്കും. കണ്ണടകൾക്ക് 50% വരെ ഡിസ്കൗണ്ടാണ് ലഭിക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് 0487 234 2245, 8714611774 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്.
ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 14,270 രൂപ, പവന് 1,14,160 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചേർപ്പ് ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും സംയുക്താഭിമുഖ്യത്തിൽ കർഷക ദിനാഘോഷം സംഘടിപ്പിച്ചു. പഞ്ചായത്ത് തലം മികച്ച കർഷകർക്ക് ചടങ്ങിൽ ആദരം. അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് 15-ാം വാർഡിൽ ചെണ്ടുമല്ലി കൃഷിയുടെ വിളവെടുപ്പ് നടത്തി. സോപാനം കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ നക്ഷത്ര JLG ഗ്രൂപ്പാണ് കൃഷി ചെയ്തത്. സ്ഥലം മാറിപ്പോകുന്ന ചേർപ്പ് SHO KN മനോജിനെ ഊഷ്മളമായ യാത്രയയപ്പ്. ചേർപ്പ് പോലീസ് സ്റ്റേഷൻ ജനമൈത്രി സമിതിയാണ് യാത്രയയപ്പ് ഒരുക്കിയത്. കോടന്നൂരിൽ യുവാവിനെയും യുവതിയെയും കുത്തി പരിക്കേൽപ്പിച്ച കേസിൽ പ്രതി അറസ്റ്റിൽ. കോടന്നൂർ കൈലാത്ത് വീട്ടിൽ അശ്വിനാണ് അറസ്റ്റിലായത്. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.